ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ വീണ്ടും കുറച്ച് വൈറ്റ് സാരീസും പേസ്റ്റൽ സാരീസും ഒക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത്. എല്ലാ വീഡിയോസിനും നല്ല റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയത്. എസ്പെഷ്യലി നമ്മുടെ ചന്തേരി സിൽക്കിലുള്ള നെറ്റ് കട്ട് വർക്ക് വരുന്ന സാരീസിന് ഒത്തിരി എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട്. നമ്മളത് റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. മാക്സിമം നേരത്തെ തന്നെ നമുക്ക് അതിന് റീസ്റ്റോക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എല്ലാവരെയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വാട്സാപ്പിലാണെങ്കിലും അതുപോലെ നമ്മുടെ ചാനലിലാണെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ലാസ്റ്റ് നമ്മൾ കാണിച്ച ചന്തേരി സിൽക്കിന്റെ ഓഫ് വൈറ്റ് സാരി ആപ്ലിക് വർക്കുള്ള സാരീസിന്റെ വീഡിയോയിൽ ഒത്തിരി കമന്റ്സ് ഉണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിയർ അല്ല, സാരീസ് ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല എന്ന്. ഒന്നാമതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടും ഈ ലൈറ്റിന്റെ ഇഷ്യൂസ് കാരണം നമുക്ക് സെൽഫ് കളറിലുള്ള വർക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് കൊണ്ടാണ്. നമ്മൾ മാക്സിമം ആ ഒരു ലൈറ്റ് ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ കോട്ട സാരിയാണ്. ഇതിലും നെറ്റ് കട്ട് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫുൾ ബോർഡറിലും നല്ല വലിയതായിട്ടുള്ള നെറ്റ് വർക്ക് തന്നെ ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ വൺ സൈഡ് ബോർഡറിലാണ് ഇതുപോലത്തെ നെറ്റിന്റെ കട്ട് വർക്ക് വരുന്നത്. മറ്റു സൈഡിലെ ബോർഡറിൽ ജസ്റ്റ് സ്കാലപ്പ് വർക്ക് മാത്രമാണ് വരുന്നത്. ഇതുപോലെ ഇതിന്റെ വൺ സൈഡ് ബോർഡർ വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് വൈറ്റിന്റെ ഷെയ്ഡ്സ് ഒക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു ഷെയ്ഡിന്റെ കറക്റ്റ് ആ ഒരു ഭംഗി നമുക്ക് വീഡിയോയിൽ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നെസ് കൂട്ടി കാണിക്കുമ്പോഴത്തേനും ഈ വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടായിരിക്കും വീഡിയോയിൽ കാണുന്നത്. നമ്മൾ നേരിട്ടുള്ളതിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് പ്യുവർ വൈറ്റ് ആണ്, കോട്ടയിലുള്ള പ്യുവർ വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് കോട്ടണിലോ ഓർഗൻഡിയിലോ ഉള്ളതുപോലെ ആ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ബ്രൈറ്റ് വൈറ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ വരത്തില്ല. കുറച്ചൊരു ഡിം ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ മെയിൻ എലഗൻസ് എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കട്ട് വർക്ക് ആപ്ലിക് വർക്ക് പാറ്റേൺ ആണ്. ഇതിൽ നെറ്റിന്റെ മുകളിൽ കൂടെ ഈ ഒരു ലീഫ് പാറ്റേണിലുള്ള ആപ്ലിക് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിലും ഫുള്ളായിട്ട് ഈ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതുണ്ട്, വളരെ വലിയ ഡിസൈൻ ആയിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു നേരിട്ട് കാണുന്ന അത്രയും ക്ലാരിറ്റിയിൽ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഒരു വെറൈറ്റി ഡിസൈനാണ്. നമ്മൾ നോർമലി കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ സാരീസിനെ കുറിച്ച് ഒത്തിരി ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, ഒത്തിരി എക്സ്പ്ലനേഷൻ പറയുന്നുണ്ടെന്ന്. നമ്മൾ ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരം കസ്റ്റമേഴ്സ് ഉള്ളത്. കുറേ ആൾക്കാർക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടവരുണ്ട്. ചില ആൾക്കാർക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടാൽ മതി, ജസ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പറയേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരും വിളിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റഡ്ലി പറയേണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് ഫുൾ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ് തന്നെ കാണിക്കുന്നത്. ഇതിന്റെ ബോർഡർ പോർഷനിലോട്ട് വരുമ്പോൾ ഇതുണ്ടോ, ഫുൾ ബോർഡറിൽ ബോട്ടം പോർഷനിലോട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫ്ലീറ്റ് എടുത്ത് കുത്തി വരുന്ന ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഫുൾ ബോർഡറിലും ഇതുപോലെ ഈ ഒരു കട്ട് വർക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫുൾ. പക്ഷേ ഇതിന്റെ ഉള്ളിൽ വരുന്ന ബോർഡർ ഈ ഒരു സ്കാലപ്പ് വർക്ക് മാത്രം വരുന്നത് പോലത്തെ ബോർഡറാണ് ഉള്ളിൽ വരുന്ന ബോർഡർ. ഇങ്ങനെ സാരിയുടെ ഇവിടെ വരുന്ന ബോർഡർ ഇങ്ങനെ വന്നിട്ട് എൻഡിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ വരുന്നത് പോലെയാണ് ഈ ഒരു സാരിയിലെ ബോർഡർ പോർഷൻ വരുന്നത്. ഫുള്ളായിട്ടും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് ലീഫ് പാറ്റേൺ ആപ്ലിക് വർക്ക് കൂടെ വരുന്നത് പോലത്തെ ഒരു പാറ്റേൺ ഇതാണ്. വലിയ സ്കാലപ്പ് വർക്ക് ഇതിന്റെ ബോർഡറിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു സാരിയുടെ ഫുൾ പോർഷനിലും ഇങ്ങനെ തന്നെ ഫുൾ ബോർഡറിലും വൺ സൈഡ് ബോർഡറിൽ ഈ ഒരു വലിയ സൈസിൽ തന്നെ ഈ ഒരു നെറ്റ് കട്ട് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ കൂടെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് വരുമ്പോൾ ചന്തേരി മിക്സ് ഫാബ്രിക്കിലാണ് വരുന്നത്. പിന്നെ സ്ലീവിൽ രണ്ടും ആ ഒരു ലീഫ് പാറ്റേൺ വരുന്നത് പോലെ, നമ്മൾ ഈ സാരിയിൽ കണ്ടിരിക്കുന്ന ലീഫ് പാറ്റേൺ ബ്ലൗസിന്റെ സ്ലീവ്സിൽ വരുന്നത് പോലെയാണ് ഇതിനകത്തെ ഈ ഒരു ഇതുണ്ട്. ഇതുപോലത്തെ സ്ലീവ്സിൽ വരുമ്പോഴത്തേനും രണ്ട് സ്ലീവിലും ഈ ഒരു ലീഫ് പാറ്റേൺ വരുന്ന അടുക്കൊരു ചെറിയ നെറ്റ് കട്ട് വർക്ക് പാറ്റേണും ഒക്കെ വരുന്നത് പോലെ ഈ ഒരു രണ്ട് സ്ലീവിലും ഈ ഒരു സ്കാലപ്പ് വർക്കും ഇതുപോലത്തെ ഒരു മോട്ടീവ്സും വരുന്നത് പോലെയാണ് ഇതിന് വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിത്ത് ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ബ്ലൗസ് പെയർ ചെയ്യാം. വൈറ്റ് സാരീസിനൊക്കെ കൂടുതൽ എലഗൻസ് വരുന്നത് അതിന്റെ സെയിം ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുമ്പോഴായിരിക്കും. പ്രത്യേകിച്ച് ഇതുപോലത്തെ കട്ട് വർക്ക് ഒക്കെ വരുമ്പോഴത്തേനും ആ ഒരു ബ്ലൗസിന്റെ സ്ലീവിലും ഓൾറെഡി ആ ഒരു മോട്ടീവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് സെയിം സെൽഫ് ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുവാണ്, ഇതിന്റെ വൈറ്റ് എന്ന് പറയുന്നത് കോട്ടയിൽ വരുന്ന വൈറ്റ് ഷെയ്ഡാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് അല്ല, കുറച്ചൊരു ഡിം ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡാണ്. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. ഈ സെയിം സാരിക്ക് നമുക്ക് രണ്ട് മൂന്ന് കളർ ചേഞ്ച് അവൈലബിൾ ആയിട്ടുണ്ട്.
ഷെയ്ഡ്സ് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ റേറ്റ് പറയാൻ മറന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3079 ആണ്. 3079 റേറ്റ് വരുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിങ്ക് ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ കാണിച്ച പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന പിങ്ക് അല്ല, നമ്മുടെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്ന പോലത്തെ പിങ്ക് ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഷെയ്ഡിൽ സെയിം ഡിസൈനാണ് വന്നിരിക്കുന്നത്. സെയിം ആ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ ഇതിൽ ഫുൾ വന്നിരിക്കുവാണ്. ഈ ലീഫ് ഡിസൈൻസ് ആപ്ലിക് വർക്ക് വരുന്നത് പോലെ സെയിം ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുമ്പോൾ നമുക്കിതിൻ്റെ ബോഡിയിൽ വരുന്നത് നമ്മുടെ മൂങ്ങ ചെക്ക് പാറ്റേൺ ആണ്. വലിയ ചെക്സും ചെറിയ ചെക്സും കൂടെ ഉള്ള ചെക്ക് പാറ്റേൺ ആണ്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പാറ്റേൺ ചെക്സ് ഉള്ള സാരീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാരിയുടെ ഇങ്ങനെ ഈ ഒരു ചെക്ക് പാറ്റേണിലാണ് ഈ സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ആ ഒരു വലിയ ചെക്സിനകത്ത് ചെറിയ ചെക്സ് വരുന്നത് പോലത്തെ മൂങ്ങ ചെക്ക് പാറ്റേണിൽ വരുന്നത് പോലെയാണ്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിൽ ഇതുപോലെ നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ വന്നിരിക്കുന്നത്. നമ്മൾ ആ വൈറ്റിൽ കണ്ടത് എനിക്ക് തോന്നുന്നത് ആ വൈറ്റ് സാരിയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു സാരിയിൽ ആ ഒരു വർക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാരിയുടെ വർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകാനായിട്ട് പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. വൈറ്റ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഓണിയൻ ഷെയ്ഡ് കാണാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് അത് ഇതിൻ്റെ പല്ലു പോർഷനായിട്ട് ഈ കവർ ചെയ്ത് വരുന്നതാണ് ഈ ഒരു സ്കാലപ്പ് വർക്കും ഇതുപോലെ നെറ്റ് കട്ട് വർക്കും. ബാക്കി നേരത്തെ മറ്റേ സാരിയിൽ കണ്ടതുപോലെ നമ്മൾ ഈ ഒരു സൈഡ് വരുമ്പോഴത്തേനും ഇതിൻ്റെ ഇങ്ങനെ ജസ്റ്റ് സ്കാലപ്പ് വർക്ക് മാത്രമാണ് ഈ ഒരു ബോർഡറിൽ വരുന്നത്. മറ്റ് നമ്മൾ കുത്തി ഫ്രണ്ടിൽ വരുന്ന ബോർഡർ, അതേപോലെ ബോട്ടം പോർഷനിലൊക്കെ വരുന്ന ആ ഒരു ബോർഡർ സൈഡിൽ ഇതുപോലെ തന്നെ ഫുൾ ബോർഡറിലും ഇങ്ങനത്തെ ഈ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ വരുവാണ്. ആ ഒരു ബോർഡർ ഫുൾ ഇതുപോലെ ഈ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു കട്ട് വർക്ക് പാറ്റേൺ അല്ല. ഫുൾ ഈ ഒരു നെറ്റ് കട്ട് വർക്ക് ഫ്ലീറ്റഡ് ആയിട്ട് വരുമ്പോഴും ഏകദേശം ഇതിൻ്റെ ഇത്രയും ഭാഗം ആ നെറ്റ് കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ വരും. ഇപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട്. നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ്. അതുപോലെ ഇതിനും വിത്ത് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് വരുമ്പോൾ ചന്തേരി മിക്സ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഈ ഒരു കട്ട് വർക്ക് പാറ്റേൺ ബ്ലൗസിൽ വരുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയും ബ്ലൗസ് വരുന്നത്. എൻഡിൽ സ്കാലപ്പ് വർക്കും അതുപോലെ ഈ ഫ്ലവർ പാറ്റേൺ ആ ഒരു ലീഫ് ഫ്ലവർ വരുന്ന പോലത്തെ ആ ഒരു ഫ്ലവർ പാറ്റേൺ രണ്ട് സ്ലീവ്സിലും വരുന്നത് പോലെ ഉണ്ട് വിത്ത് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത്. ഞാൻ ഫുൾ ഉടച്ച് കാണിക്കുന്നില്ല, സെയിം ഡിസൈൻ തന്നെയാണ്. സാരി ക്ലിയർ അല്ല എന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നു. നമ്മൾ ഒത്തിരി ഉടച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു സാരിയുടെ ഫ്രഷ്നെസ് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഉടയ്ക്കാത്ത. എന്നാലും നമ്മൾ മാക്സിമം ഒരു കളർ ഓപ്പൺ ആക്കി മാക്സിമം കാണിക്കാൻ ശ്രമിക്കുക. വൈറ്റ് അത്ര ഓപ്പൺ ആക്കി കാണിച്ചതുകൊണ്ടാണ് വീണ്ടും പിങ്ക് ഓപ്പൺ ആക്കാത്തത്. സെയിം വർക്ക് തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇതിൻ്റെ എൻ പോർഷനിൽ വരുന്ന സെയിം വർക്ക് തന്നെയാണ്. ഫുൾ ആ ഒരു ബോർഡറിൽ ആ കുത്തുന്ന ഭാഗത്ത് ഒഴികെ ബാക്കി ഫുൾ ഭാഗത്തും ബോട്ടം പോർഷനിൽ ഇതുപോലെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആ ഒരു കട്ട് വർക്ക് പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നമ്മുടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ലാവൻഡർ ഷെയ്ഡിലാണ്. ലാവൻഡർ ഷെയ്ഡ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരും. നമുക്ക് കമൻസ് ആയിട്ടൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ലാവൻഡർ കളർ കൊണ്ടുവരാനായിട്ട്. ലാവൻഡർ കളർ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ ലാവൻഡർ കളർ ചോദിക്കുന്നവർക്ക് സ്റ്റോക്ക് ഔട്ട് പറയേണ്ടി വരുന്നത്. ഏത് പാറ്റേണിൽ നമ്മൾ ലാവൻഡർ കളർ കൊണ്ടുവന്നാലും ആദ്യം സ്റ്റോക്ക് ഔട്ട് ആകുന്ന ലാവൻഡർ ഷെയ്ഡ്. ഒത്തിരി ലാവൻഡർ ലവേഴ്സ് നമുക്കുണ്ട്. ഈ ഒരു സാരിയിൽ നമുക്ക് ലാവൻഡർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സാരി തന്നെ ലാവൻഡർ ഷെയ്ഡിലും. നമ്മൾ ആ പിങ്കിൽ പറഞ്ഞതുപോലെ മൂങ്ങ ചെക്സിലാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. കോട്ട ഫാബ്രിക് തന്നെയാണ്. ഈ ഒരു വലുതും ചെറുതുമായിട്ടുള്ള, അതായത് ഇച്ചിരി ലൈറ്റർ ഷെയ്ഡും ആയിട്ടുള്ള ചെക്സ് ഇതിൽ വരുന്നതിനാണ് ഈ ഒരു മൂങ്ങ ചെക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഈ ഒരു പാറ്റേൺ സാരീസ് നേരത്തെ കാണിച്ചപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വലിയ ചെക്സും നമുക്ക് ലൈറ്റർ ഷെയ്ഡിൽ വലിയ ചെക്സും അതിനകത്തൂടെ ചെറിയ ചെക്സ് കൂടെ കാണുന്ന പോലെ ഹോൾസ് ഉള്ള ചെക്സ് അല്ല. നമ്മൾ നേരത്തെ കണ്ട സോപ്പ് കോട്ടയിലൊക്കെ വരുന്ന പോലത്തെ അതേ ചെക്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ചെക്സ് ആണ്. ഇതിനെയാണ് മൂങ്ങ ചെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന സാരിയിൽ ആ ഒരു നെറ്റ് കട്ട് വർക്ക് ബോർഡർ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട്. ഇതിൻ്റെ പല്ലുവിൻ്റെ നമ്മൾ ഉടുത്ത് വരുന്ന എൻഡിൽ ഇത് ഫുള്ളായിട്ട് ഇതുണ്ട് നെറ്റ് കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പല്ലുവിൻ്റെ എൻഡും അതുപോലെ ആ ഒരു സൈഡിലെ ബോർഡറും ഫുള്ളും നെറ്റ് കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഈ സൈഡ് ഇതുപോലെ ആ ഒരു ജസ്റ്റ് സ്കാലപ്പ് വർക്ക് മാത്രം വന്നിരിക്കുന്ന പോലെ ഈ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. ഫുൾ സാരിയിലും നേരത്തെ സാരിയിൽ കാണിച്ചതുപോലെ തന്നെ ഫുൾ സാരിയിലും ഇതുപോലെ ഈ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത് കേട്ടോ, ഫുൾ ആ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ ആണ് സാരിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയിലും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസിൽ വരുമ്പോഴത്തേനും ഈ ഒരു ലീഫ് പാറ്റേൺ അതിൻ്റെ ഇതിൽ വരുന്ന ഈ ഒരു ലീഫ് പാറ്റേൺ അതിൻ്റെ രണ്ട് സ്ലീവ്സിലും വരുന്ന പോലെയാണ്. അതുപോലെ സ്കാലപ്പ് വർക്കും ഉണ്ട്. ചന്തേരി മിക്സ് ഫാബ്രിക് ആയതുകൊണ്ട് ഇതിനേക്കാൾ കുറച്ചൊരു ലൈറ്ററായിട്ട് ഈ ഒരു ബ്ലൗസ് വരുന്നത്. എന്നാലും നമ്മളത് പെയർ ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗി തന്നെയായിരിക്കും കാണാനായിട്ട്. രണ്ട് ഫാബ്രിക്, ബ്ലൗസിനെയും സാരിയുടെയും രണ്ട് ഫാബ്രിക് ആയതുകൊണ്ട് അതിൻ്റെ കളർ ഡിഫറൻസ് വരുന്നത്. ചന്തേരി സിൽക്ക് ഫാബ്രിക് വരുമ്പോഴത്തേനും നമ്മുടെ കോട്ട പോലെ അത്രയും നെറ്റ് ഫാബ്രിക് അല്ല വരുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡായിട്ടും ലൈറ്റർ ഷെയ്ഡായിട്ടൊക്കെ നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ ഫാബ്രിക് ഫീൽ ചെയ്യുന്നത്. സെയിം മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ടാണ്.
അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്ന 3 ഷെയ്ഡ്സ്. വൈറ്റും ഒണിയൻ പിങ്കും ലാവൻഡറുമാണ് ഈ ഒരു സാരിയിൽ നമുക്ക് വന്നിരിക്കുന്ന കളർ ചേഞ്ചസ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ വൈറ്റിൽ തന്നെ വേറൊരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുണ്ട്. നെറ്റ് കട്ട് വർക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചന്തേരി സിൽക്കിൽ കാണിച്ച ഒരു പാറ്റേണിൽ വരുന്നത് പോലെ ഇത് കോട്ടയിൽ ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്ന ഒരു വൈറ്റ് സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് സാരിയാണ്. ഞാൻ റേറ്റ് ഒന്നുകൂടെ പറയുമായിരുന്നു. നമ്മൾ മുമ്പേ കാണിച്ച നെറ്റ് കട്ട് വർക്ക് സാരീസിന് 3ന്റെ റേറ്റ് വരുന്നത് 3079 ആണ്, 3079 ആണ്. ഇത് നെക്സ്റ്റ് പാറ്റേൺ ആണ്. മെറ്റീരിയലും ഡിഫറെൻ്റ് ആണ്, വർക്കും ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് പാറ്റേൺ വരുന്നതാണ്. ഈ ഒരു പാറ്റേണിൽ ഈ നമ്മൾ നേരത്തെ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ കാണിച്ചതുപോലെ ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു പാറ്റേണിൽ വരുന്ന പോലത്തെ കട്ട് വർക്ക് പാറ്റേൺ ആണ്. റോസ് ഫ്ലവേഴ്സിന്റെ ഇതുണ്ടോ, റോസ് ഫ്ലവേഴ്സിന്റെ ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. ഹോൾസ് അല്ല, നെറ്റാണ്, നെറ്റ് കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പം ഇതിങ്ങനെ ഗ്യാപ്പ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നെറ്റ് വെച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വർക്ക് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു അവിടെ നെറ്റ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഒരു കട്ട് വർക്കിന്റെ ഒരു ഭയങ്കര എലഗൻസ് ഉണ്ട് താനും. നെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. അതായത് ഹോൾസ് ആകുമ്പോഴത്തേനും ഇതിന്റെ പെർഫെക്ഷൻസ് കുറഞ്ഞു പോകും. അങ്ങനെ വരത്തില്ല. ഇതാകുമ്പോഴത്തേനും പെർഫെക്ഷനോടുകൂടി ആ നെറ്റ് വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു പെർഫെക്ഷനിൽ തന്നെ ആ ഒരു ഫുൾ കട്ട് വർക്കും നിൽക്കുകയും ചെയ്യും. ഫുൾ ബോർഡറും ഇതുപോലെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിൽ ഇടയ്ക്കൂടെ ഇതുപോലത്തെ ചെറിയ റോസിന്റെ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ റോസ് ഫ്ലവേഴ്സ് ഇതിന്റെ ബോഡി പോർഷനിലോട്ടും വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ചെറിയ റോസ് ഫ്ലവേഴ്സ് പാറ്റേൺസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ സിൽക്കി കോട്ടയുടെ ചെക്സ് വരുന്ന ഫാബ്രിക്. അതായത് നമ്മുടെ കോട്ടൺ കോട്ടായിൽ ചെക്സ് വരത്തില്ലേ, വലിയ ചെക്സ് വരുന്ന ആ ഒരു ചെക്സ് സിൽക്കി കോട്ടായിൽ വരുന്ന പോലത്തെ അങ്ങനത്തെ സിൽക്കി സൂപ്പർ നെറ്റ് സിൽക്കി കോട്ടയല്ല, നമ്മുടെ സിൽക്കി ആയിട്ടുള്ള സിൽക്കി വെച്ചിട്ട് ഫ്ലോയി ആയിട്ടുള്ള സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന പോലത്തെ മെറ്റീരിയലാണ് ഈ വന്നിരിക്കുന്നത്. സെയിം കോട്ടൺ കോട്ടയുടെ ചെക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനത്തെ സിൽക്കി കോട്ട ഫാബ്രിക് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലോയി ആയിട്ടുണ്ട്. ഒന്ന് ഒഴുകി കിടക്കുന്ന പോലത്തെ ഫാബ്രിക് ആണ്. നെക്സ്റ്റ് ഇതിന്റെ ബോർഡറിലോട്ട് വരുമ്പോഴത്തേനും രണ്ട് സൈഡിലെയും ബോർഡറിൽ ഇതുപോലെ രണ്ട് സൈഡിലെയും ബോർഡറിൽ ഈ ഒരു കട്ട് വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ ബോർഡറിലും നമ്മൾ ആ ഉടുത്ത് വരുന്നിടത്ത് കാണുന്ന ഫുൾ ബോർഡറിലും ഇതുപോലെ ആ ഒരു കട്ട് വർക്ക് രണ്ട് സൈഡിലെയും ബോർഡറിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോൾ പല്ലുവിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു റോസ് ഫ്ലവേഴ്സ് ഇതിന്റെ ബോഡി പോർഷനിൽ വരുന്നുണ്ട്. പല്ലുവിൽ കുറച്ചും കൂടെ അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നത്. ബാക്കി പോർഷനിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ അകലത്തിൽ ഈ ഒരു റോസ് ഫ്ലവേഴ്സ് ഇതിന്റെ ഫുൾ ബോഡി പോർഷനിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഫുൾ ബോഡി പോർഷനിലും ഇതുപോലത്തെ റോസ് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. റോസ് ഫ്ലവേഴ്സിന്റെ ബോഡി പോർഷനിലോട്ട് ഗ്യാപ്പ് ഇട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫുൾ ബോർഡറിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിനും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് നമ്മൾ മുമ്പേ കണ്ടതുപോലെ ചന്തേരി മിക്സ് ഫാബ്രിക്കിലാണ് വരുന്നത്. പക്ഷെ കയ്യിൽ സ്ലീവ്സിൽ വരുമ്പോൾ ഈ ഒരു റോസ് ഫ്ലവറിന്റെ പാറ്റേൺ സ്ലീവ്സിൽ വരുന്ന പോലെയാണ്. സ്കാലപ്പ് വർക്ക് സ്ലീവ്സിലില്ല, ജസ്റ്റ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ മാത്രം. ഈ നെറ്റ് കട്ട് വർക്കോട് കൂടിയുള്ള ഫ്ലവർ പാറ്റേൺ രണ്ട് സ്ലീവ്സിലും വരുന്ന പോലെയാണ് ഇതിന്റെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. ഈ സാരിയുടെ പ്രൈസ് വരുമ്പം 2939 ആണ്. 2939 ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. അപ്പം ഇത്രയും സാരീസാണ് നമുക്ക് ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ സാരീസ് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, കഴിവതും നമ്മളെ വാട്സാപ്പ് മെസ്സേജസ് ആയിട്ടോ വോയിസ് മെസ്സേജസ് ആയിട്ടോ കോൺടാക്ട് ചെയ്യുമായിരിക്കും നമുക്ക് എളുപ്പം. കാരണം ഒത്തിരി കോൾസ് വരുമ്പോൾ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് മെസ്സേജസ് അറ്റൻഡ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി ഈസി. കാരണം നമുക്ക് മെസ്സേജസ് കണ്ടു കഴിയുമ്പോൾ റിപ്ലൈ കൊടുക്കാമല്ലോ. മിസ് കോൾസ് ഒത്തിരി ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാതെ വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ കഴിവതും ആൾക്കാരും നമ്മളെ വാട്സാപ്പിൽ മെസ്സേജായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ ഞാൻ ലാസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ ലാസ്റ്റ് കാണിച്ച സാരീസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് കുറച്ച് സാരീസ് റീസ്റ്റോക്ക് ആകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ഫുൾ ബോർഡർ എംബ്രോയിഡറി, ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്ന കോട്ട സാരീസ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ചന്തേരി സാരീസിൽ പിങ്ക് ഡിസൈൻ വരുന്ന സാരീസ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാരീസ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. കുറച്ച് സാരീസ് നമുക്ക് റീസ്റ്റോക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വഴി അതൊക്കെ റീസ്റ്റോക്ക് ആവുന്നതായിരിക്കും. പുതിയ സാരീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.